ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാക്സ് ഫാഷനിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കുറേ ആയിട്ട് മാക്സ് ഫാഷനിലെ വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. എനിക്ക് തന്നെ ഒരു മടുപ്പ് തന്നു തുടങ്ങി. എനിക്ക് എപ്പോഴും വ്യൂ കിട്ടുന്നത് മാക്സ് ഫാഷനിലെ വീഡിയോസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്ത് എനിക്ക് മടുപ്പ് വന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. വേറെ പല വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടൻറ്റ് മാറ്റിയിട്ടൊക്കെ. പക്ഷേ വീണ്ടും ഇന്ന് വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം മാക്സിൽ അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സ് ലവർ ആയിട്ടുള്ള എന്നെ പോലുള്ളവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നെസ്റ്റോയിൽ ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ കോഴിക്കോടുള്ള ഗോകുലം ഗാലറിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നെസ്റ്റോയിൽ നമ്മൾ ഈ പോകുന്ന ഫുഡ് കോർട്ട് കയറി തിരിച്ച് വരുന്ന വഴിക്കാണ് മാക്സിൽ ഇങ്ങനെ ഫുൾ സെയിൽ ഓഫേഴ്സ് കാണുന്നത്. അപ്പോൾ കയറി നോക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് മക്കൾക്കും എനിക്കൊക്കെ മേടിച്ച്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ മാക്സ് മാനിയൻ്റെ ടൈമാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഒക്കെ നോക്കിയാൽ മനസ്സിലാകണ്ടില്ല. ഈ ഒരു സെറ്റിന് 299 ആണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി മാക്സിൻ്റെ ക്ലോത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പറഞ്ഞാൽ തന്നെ പറഞ്ഞ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒന്നാമത് മാക്സിൻ്റെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേങ്കിൽ ഇതെന്തായാലും വേർത്താണ്. നിങ്ങൾക്ക് കണ്ടില്ലേ, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കിഡ്സിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും ഒക്കെ അടിപൊളി. പിന്നെ ടോപ്സൊക്കെ 50% ഓഫേഴ്സിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കുറച്ചൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ഈ സെയിൽ കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് കയറി നോക്കി. ഒന്നാമത് മാക്സ് ലവറാണ് ഞാൻ. അപ്പോൾ കയറി നോക്കി. അപ്പോൾ മോനും പറഞ്ഞു നമുക്ക് കയറി നോക്കാമെന്ന്. കയറി നോക്കി നമ്മൾ വാങ്ങിയിട്ടാണ്. ഞാനും ഇച്ചുവിനും ഒക്കെ ചെരുപ്പ് മേടിച്ച്, പിന്നെ സയാനും ഇച്ചുവിനും സെയ്മൂനൊക്കെ ടീഷർട്ട്സൊക്കെ മേടിച്ചിട്ടാണ്. നല്ല നല്ല ടീഷർട്ട്സൊക്കെ നല്ല 99-നൊക്കെയാണ് ടീഷർട്ട്സ് വരുന്നത് കേട്ടോ. 99 വരുന്നുണ്ട്. 99 വരുന്നുണ്ട്. പിന്നെ ടീഷർട്ട്സൊക്കെ പിന്നെ എല്ലാം ഒരു എന്താ പറയുക 300-നുള്ളിലൊക്കെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ടോപ്സ് ആണെങ്കിലൊക്കെ ഈ 500-നുള്ളിൽ വരുന്ന ടോപ്പൊക്കെ അതിൽ 50%-ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെന്ന് വെച്ചാൽ അറിയാമല്ലോ, മാക്സിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഓഫേഴ്സൊക്കെ ഏകദേശം എല്ലായിടത്തും ഒരേ ടൈം തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിലും ഈ ഒരു ഓഫർ ഉണ്ടാവും. മാക്സ് മാനിയുടെ ഈ ഓഫർ അടുത്തുള്ള സ്റ്റോറിലും ഇപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റത്താണ് കാണിക്കുന്നതെങ്കിലും കൂടിയും വേറെയുള്ള എല്ലാ സ്ഥലത്തുള്ള സ്റ്റോറിലും മാക്സ് സ്റ്റോറിലും ഇതേ ഒരു ഇപ്പോൾ ഈ ഓഫേഴ്സ് നടക്കുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഈ കളക്ഷൻസ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഇവിടെയുള്ള കളക്ഷൻസ് തന്നെയാണ് മിക്ക മാക്സിലും. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി കളക്ഷനാണ്. അപ്പോൾ നമ്മളെ കോഴിക്കോട് തന്നെ ഒരുപാട് മാക്സ് ഉണ്ട് കേട്ടോ. ഫോക്കസ് മാളിലുണ്ട്, ഹൈലൈറ്റ് മാളിലുണ്ട്, ഗോകുലത്തിലുണ്ട്, ഒരുപാട് മാക്സ് ഉണ്ട്. പിന്നെ നമ്മളെ എരഞ്ഞിപ്പാലുണ്ട്, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എരഞ്ഞിപ്പാലം വലിയൊരു മാക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഓഫേഴ്സ് നടക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ നല്ല ഞാൻ പറയാം, കിഡ്സിനൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ടീഷർട്ട്സൊക്കെ വെറും 99 വരുന്നത്. ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല 99 വരുന്ന അടിപൊളി ബാക്ക് പ്രിൻ്റ് ആയിട്ടുള്ള മോഡലായിട്ടുള്ള ടീഷർട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. ബോയ്സിനും കിഡ്സിനും എല്ലാ ഗേൾസിനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. പിന്നെ ബാഗ്സും എല്ലാ കളക്ഷനും ഞാൻ കൂടുതലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഓഫർ കാണുന്ന സമയത്ത് നമ്മൾ തപ്പിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ തപ്പല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് ഫോണൊക്കെ ഓഫാക്കി ഞാൻ തപ്പി കേട്ടോ. അപ്പോൾ നല്ല ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കാതെ കയറിയതാണ്. പക്ഷേ നോക്കുമ്പോൾ അതപ്പോൾ എൻ്റെ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് മാക്സ് എപ്പോഴും ഓഫർ ഇടാം. പക്ഷേ ആ ഓഫറിൽ നമ്മൾ മേടിച്ചാൽ അടിപൊളിയായിട്ട് ബെസ്റ്റാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ അധികം അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ പറയുകയാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നൊക്കെ ഓഫേഴ്സ് വരുമ്പോൾ വാങ്ങിക്കുന്നത് ഭയങ്കര വേർത്ത് മാത്രമല്ല, ഭയങ്കര ക്വാളിറ്റി വൈസ് അടിപൊളിയായിരിക്കുമല്ലോ. ലുക്ക് വൈസും ക്വാളിറ്റി വൈസും സ്റ്റാൻഡേർഡ് ലുക്കും എല്ലാം പൊളിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിൽ നമ്മൾ ചിലപ്പോൾ ഇതിലും ചിലപ്പം കുറച്ച് വേറെ ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ഈ ഒരു മന്തിലായിട്ട് ഞാൻ 3 ചുരിദാർ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ ചാനൽ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ.
അപ്പോൾ പക്ഷേ എനിക്ക് എപ്പോഴും മാക്സ് ടോപ്പിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അത് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എനിക്കൊരു കംഫർട്ടബിൾ ആക്കുന്നത് എനിക്ക് എപ്പോഴും മാക്സ് ടോപ്പുകളാണ് കേട്ടോ. അത് നമ്മൾ ഇന്ന റേറ്റിൻ്റെ അങ്ങനെയല്ല, ഇനിയിപ്പോൾ കുറഞ്ഞതാണെങ്കിൽ കൂടിയും കൂടിയതാണെങ്കിൽ കൂടിയും എനിക്ക് മാക്സ് ടോപ്പ് എപ്പോഴും എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് എനിക്ക് ഒരു സ്വയം കോൺഫിഡൻസ് തോന്നാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും നമ്മൾ എക്സലിന് ഒക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേറെ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ എക്സൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി തോന്നാറില്ല. പക്ഷേ എനിക്ക് മാക്സിൽ എക്സൽ ഭയങ്കര കംഫർട്ടബിളാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സൈസിനെക്കാട്ടി ഒരു ഇച്ചിരിയും കൂടി കൂടുതലായിട്ടാന്ന് തോന്നുന്നു ഇവിടുത്തെ കളക്ഷൻ. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളും കോൺഫിഡൻസും തരുന്ന ഒരു കളക്ഷനാണ് മാക്സിലെ കളക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മാക്സിലത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞതന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ച്. ഇപ്പം ഞാൻ പോയാൽ കൂടി ഞാൻ വീഡിയോ ചെയ്യാറില്ല മാക്സിലത്തെ. ചിലരൊക്കെ വിചാരിക്കും ഇതെന്താണ് നമ്മളെ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയല്ലേ, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ അല്ലാതെ എനിക്കിതുമായി ഈ മാക്സിൻ്റെ വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ചെരുപ്പിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 200-ൻ്റെയും 199-ൻ്റെയും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള. അപ്പോൾ ഞാനും ഇച്ചുവിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും ഇച്ചുവൊക്കെ ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓഫർ ഇട്ടിരിക്കുമ്പോൾ വാങ്ങിയിട്ടില്ലേ പിന്നെ നമ്മൾ എപ്പോൾ വാങ്ങാനാ അല്ലേ. പിന്നെ ഞാൻ ഈയിടെ അതേമാതിരി ഞാനൊരു ദിവസം SM പോയിട്ടോ. SM പോയ സമയത്ത് ഞാൻ ഇതേമാതിരി മഴക്കല്ലേ നല്ല ചെരുപ്പ് വാങ്ങാമെന്ന് പോയി വിചാരിച്ചപ്പോൾ പണ്ടൊക്കെ SM ഭയങ്കര വില കുറവാണ്. വില കുറവെന്നല്ല, എപ്പോഴും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട്. പിന്നെ സൺഡേ മാർക്കറ്റ് ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ SM ചെരുപ്പ് എടുക്കാൻ പോയപ്പം എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ലുലുന്നായാലും മാക്സിൽ നിന്നായാലും ഒക്കെ ഓഫർ വരുന്ന സമയത്ത് നമ്മൾ മേടിക്കുന്ന സാധനം ഭയങ്കര ക്വാളിറ്റി ആട്ടോ. പക്ഷെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവും കേട്ടോ, ഭയങ്കര റേറ്റിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ മേടിക്കാൻ എനിക്ക് തോന്നാറില്ല. ഞാൻ ഈയിടെയായിട്ട് SM പോയപ്പോൾ ഞാൻ ചെരുപ്പ് നോക്കിയപ്പോൾ നമ്മൾ മയത്തൊക്കെ ചവിട്ടാൻ പറ്റിയ ചെരുപ്പ് നോക്കിയപ്പോൾ 600 രൂപ, നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിൽ കുറഞ്ഞതും ഉണ്ടാവും. 490 നമ്മൾ മനസ്സിനൊരു ബോധിച്ച ടൈപ്പിൽ 499 അല്ല 500 തന്നെ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അതേ സംഭവം അതിലും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സാധനം എനിക്ക് ലുലുന്ന് കിട്ടിയിട്ടോ. നമ്മൾ ലുലുവിൽ ഓഫർ ഇട്ടപ്പം ഇവിടെ ഉണ്ടല്ലോ മാങ്കാവ് ലുലു മാളിൽ ഓഫർ ഇട്ടപ്പം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കത് തോന്നാറുണ്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന എല്ലാം അങ്ങനെ ഇതാകുന്നല്ല വെച്ചല്ലോ. അപ്പോൾ ഇതിലും ക്വാളിറ്റി ഉള്ളത് നമുക്ക് എപ്പോഴും ഇവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കാം. പക്ഷെ ഞാൻ പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓഫറിൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ക്വാളിറ്റി വൈസ് ആയാലും പ്രൈസ് വൈസ് ആയാലും. അതല്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാവർക്കും നമുക്ക് പറ്റിയെന്ന് വരില്ല. അല്ലാതെ നമുക്ക് SM അടിപൊളിയായിട്ട് പറ്റും കേട്ടോ. എന്നെ SM ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ എന്നെ ചീത്ത പറയരുതേ. അപ്പോൾ SM ഞാൻ പോവാറുണ്ട്, ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. സൺഡേയിൽ ഞായറാഴ്ചയൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും SM കേട്ടോ. ഡ്രസ്സിൻ്റെ ആക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച്. പക്ഷേ എനിക്ക് ചെരുപ്പിൻ്റെത് ഇപ്പം എനിക്ക് SM എനിക്ക് അങ്ങനെ ഒരു തോന്നാറില്ല. ഇപ്പം ഞാൻ SM ചെരുപ്പ് എടുക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് വൈസ് ഓക്കെ. ഞായറാഴ്ചയൊക്കെ പോയി കഴിഞ്ഞാലും അല്ലാത്ത ദിവസങ്ങളും നമ്മളെ ഫങ്ഷൻ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരുപാട് അവരിങ്ങനെ 500-ന് 3 ടോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഒരു റേറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്കെന്തോ മാക്സ് അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡ് ഇവരൊക്കെ ടോപ്പുകൾ ഭയങ്കര ഓഫറിൽ വാങ്ങുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല മോഡൽ ടീഷർട്ട്സ് ഉണ്ട് കേട്ടോ. അതും 299 വരുന്നത്. ഇത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മോന് പറ്റിയ സൈസ് ഉണ്ടായില്ല, അതാണ് പറ്റിയത്. അതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റ് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ ഉണ്ടായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള നല്ല അടിപൊളി ടീഷർട്ട്സ് കേട്ടോ. വീനെക്കിൽ വന്നിട്ട് ഒക്കെ 50% കണ്ടില്ല, എല്ലാ ഓഫേഴ്സ് ഉണ്ട്. ചുരിദാറിൻ്റെ ഒക്കെ ഓഫേഴ്സ് ഉണ്ട്.
അപ്പോൾ ഞാൻ ഇന്ന് എന്നും പറയുന്നത് തന്നെ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്നൊരു സ്റ്റോറി പോലെ, എൻ്റെ ഒരു സ്റ്റോറി പോലെ ഞാൻ നിങ്ങളോട് ഇതിൽ പറഞ്ഞു പോയത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഈ കളറ്, ആ ടൈപ്പ് ചുരിദാർ, അത് ഇത്ര പൈസ എന്നും പറയുന്ന ഓഫർ, ആ കാര്യങ്ങൾ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ സംസാരം ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.